ഏഴാമത്തെ എപ്പിസോഡിന്റെ തുടക്കം. ലിലി ഒരു കത്തെഴുതി മേശപ്പുറത്ത് വെക്കും. എന്നിട്ട് അവള് കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന ടിയാന്റെ അടുത്ത് പോയി ഒരു കോട്ടെടുത്ത് അവനെ പുതപ്പിക്കും. നാളെ ഞാൻ പോവാണ്, നീ നന്നായിരിക്കുന്ന അവൾ അവനെ നോക്കി പറയും. പിറ്റേ ദിവസം കെവിൻ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുവാണ്. അവൻ പേരൻസിനെ കെട്ടിപ്പിടിച്ച് ഞാൻ വിജയിച്ചു വരുമെന്ന് പറയും. ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് അവരറിയുന്നില്ലല്ലോ. ടിയാൻ രാവിലെ പതിയെ കണ്ണെല്ലാം തിരുമ്മി എഴുന്നേറ്റ് വരും. അവൻ വീട്ടിനുള്ളിൽ കയറും. അവിടെ ലിലി ഉണ്ടാവില്ല. മേശപ്പുറത്തൊരു കത്തിരിക്കുന്നത് കണ്ട് അവൻ എടുത്തു നോക്കും. കുറച്ചു നാളത്തേക്ക് ഞാൻ വീട് വിടുവാണ്, നിനക്ക് ബാൽക്കണിയിൽ താമസിക്കാം, ഞാൻ വാടക ലാൻഡ് ലോഡിന് കൊടുത്തോളാം, എന്നെ ശല്യപ്പെടുത്തരുത്. അവൻ ഇത് കണ്ട് ടെൻഷനാവും. അവളെ ഫോൺ വിളിച്ചു നോക്കും, പക്ഷെ കിട്ടില്ല. ഇതേ സമയം നമ്മുടെ ലവ് ജേണിയുടെ യാത്രയ്ക്കുള്ള വണ്ടി റെഡി ആയി കഴിഞ്ഞു. സ്യൂട്ട് കേസ് ഉരുട്ടിക്കൊണ്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് കെവിനും ഫ്രണ്ടും നടന്നു വരും. അവര് വണ്ടിയുടെ അടുത്ത് ചെന്ന് നമ്മുടെ വെക്കേഷൻ തുടങ്ങുകയായി, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. അവൾ എവിടെ പോകാനാണ് സാധ്യതയെന്ന് ടിയാൻ ആലോചിക്കുവാണ്. അവൻ വന്ന് അവളുടെ ലാപ്ടോപ്പ് തുറന്നു നോക്കും. പാസ്വേഡ് മാറി മാറി അടിച്ചിട്ടും അതൊന്നും ശരിയാവില്ല. ഇനി എന്താ വഴിയെന്നോർത്ത് അവൻ ഫോൺ നോക്കുമ്പോൾ ഷിയാഷിയുടെ ലൈവ് കാണും. ഹലോ, നമ്മളിപ്പോൾ പാർക്കിങ്ങിലാണുള്ളത്. നമ്മുടെ വണ്ടി ഏതാണെന്ന് ഗസ് ചെയ്യൂ. ദേ ഇതാണ്. പ്രണയത്തില് യാത്ര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊരു ലവ് ജേണി ചെയ്യാമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ ലീഡർ ഇവിടെ നിൽപ്പുണ്ട്. അവൻ പറയും, ഹായ്, നിങ്ങൾക്ക് ഫ്രീ ആയി യാത്ര ചെയ്യണമെന്നുണ്ടോ? ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതാണ് നമ്മുടെ ഡ്രൈവർ എ. നമുക്കൊരു ടീം മെമ്പർ കൂടിയുണ്ട്. അവൾ ഓൺ ദ വേ ആണ്. അവളാണ് ഈ പ്രോഗ്രാമിന്റെ തലച്ചോറ്, മിസ് ലിലി. ടിയാൻ ഇപ്പോൾ ഡ്രസ്സെല്ലാം പെറുക്കി കെട്ടി അങ്ങോട്ട് പോവാൻ റെഡി ആവുകയാണ്. ഇനി നമുക്ക് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സിനെ കൂടെ പരിചയപ്പെടുത്താനുണ്ട്. ഇന്നലത്തെ ലൈവ് ഷോയിൽ നിന്ന് തിരഞ്ഞെടുത്ത ലവേഴ്സ് ആണ് അവർ. നമ്മൾ ഈ യാത്രയിലൂടെ അവരുടെ പ്രണയം ടെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ ഷോ മിസ്സാക്കരുത്. ഇപ്പം തന്നെ ഷിയാഷിയെ ഫോളോ ചെയ്യൂ. പിന്നെ ഒരുപാട് പേര് നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മിസ്റ്റീരിയസ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷാങ്ഗ്രിലയിലേക്കാണ് പോകുന്നത്. അവൻ വേഗം സാധനം എടുത്ത് പുറത്തേക്ക് വിടും. ഒരു ടാക്സി കൈ കാണിച്ച് അതിൽ കയറും. അവൻ എന്നിട്ട് ക്യാപ്റ്റനെ വിളിച്ചു പറയും, ക്യാപ്റ്റൻ, ലിലി ഷാങ്ഹായ് വിടാൻ പോവാ. കെവിൻ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ലവ് ജേണി. അതിന്റെ ഈവന്റ് പ്ലാനർ ലിലിയാണ്. അവളും അതിലുണ്ടാവും. നീ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തി അതിൽ കയറി പറ്റാൻ ക്യാപ്റ്റൻ പറയും. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് അവളൊരു സാധാരണക്കാരിയാണ്. ഇനിയും അവളെ ഫോളോ ചെയ്യേണ്ടതുണ്ടോ? സാധാരണക്കാരിയോ? നീ എന്താ മനസ്സിലാക്കിയത്? ആ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് അവൾ ലോൺ എടുത്തത്. മിക്കവാറും ആ ഒറിജിനൽ പെയിന്റിങ് അവളുടെ കയ്യിലുണ്ടാവും. നിനക്കിത് സോൾവ് ചെയ്യാൻ കഴിയുമോ? ഓക്കെ, എന്നെ വിശ്വസിക്ക്, ഞാനത് ചെയ്യുമെന്ന് അവൻ പറയും. ഇപ്പോൾ ഷിയ ലൈവ് ചെയ്യുന്നതിനിടയ്ക്ക് അവൾ ഇന്നലെ സെലക്ട് ചെയ്ത ലവേഴ്സ് വിളിക്കും. എന്നിട്ട് പറയും, സോറി ഷിയ, രാത്രി ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി. അവൾക്കിപ്പോൾ ഞാനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അവൾ ഫോണ് കെവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സ്പീക്കർ ഓഫാക്കി ചോദിക്കും, നിങ്ങൾ ഇതെന്താ ഇന്നലെ പറയാതിരുന്നത്? ഞാൻ ഇന്ന് രാവിലെ അവളോട് സോറി പറഞ്ഞ് ശരിയാക്കാമെന്നാണ് വിചാരിച്ച്. പക്ഷേ അവളെന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാനും അവളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കും. എന്തു പറ്റി? നമ്മുടെ ലവേഴ്സ് ബ്രേക്കപ്പ് ആയെന്ന്. അവരപ്പോൾ വരില്ലേ? നമ്മളിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഷിയ ടെൻഷൻ അടിക്കും. റിലാക്സ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. ബോസേ, നിങ്ങൾ രണ്ടും കൂടെ ലവേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു ഫ്രണ്ട് ചോദിക്കും. മിണ്ടാതിരുന്നോ, ഷിയ നമ്മുടെ ആങ്കർ അല്ലേ, അവൾക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കെവിൻ ദേഷ്യപ്പെടും. ഇപ്പോൾ ലിലി അങ്ങോട്ട് വരും. ഹായ് കെവിൻ, ഐ ആം സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അവൾ എപിനെയും ഷിയനെയും പരിചയപ്പെടും. എല്ലാം ഓക്കെ അല്ലേ, നമുക്ക് പോവാമെന്ന് പറയും. ലിലി, ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ലവേഴ്സ് വരില്ല, അവര് ബ്രേക്കപ്പ് ആയി. ബോസേ, ഞാനും ലിലി ലവേഴ്സായി ആക്ട് ചെയ്താലോ എന്ന് എപി ചോദിക്കും. അയ്യടാ, നീ നമ്മുടെ ഡ്രൈവർ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് പറ്റില്ല. അപ്പോൾ നമുക്കിനി കപ്പിളില്ല. പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വരുമോ? വേറെ വഴിയൊന്നും ഇല്ലേ? ഇപ്പോൾ ടിയാൻ ടാക്സിയിൽ അവിടെ വന്നിറങ്ങും. അവൻ ചുറ്റും നോക്കി വേഗം അവരുടെ അടുത്തേക്ക് ചെല്ലും. ഷിയ, നമുക്കിപ്പോൾ ഇന്റർനെറ്റിൽ നിന്ന് ഒരു ലവേഴ്സിനെ സെലക്ട് ചെയ്താലോ എന്ന് ലിലി ചോദിക്കും. അതിച്ചിരി ബുദ്ധിമുട്ടാ, ഈ വീക്കെൻഡിൽ ഇത്ര രാവിലെ ആരെ കിട്ടാനാ? ഇപ്പോൾ പുറകിൽ നിന്ന് ലിലി എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കും. ടിയാൻ അവളുടെ അടുത്തേക്ക് വന്ന്, ലിലി, നീ എന്നോടെന്താ ഒരു വാക്കു പറയാതെ പോയേ? ഇവനാരാ? ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ടും ഫിയാൻസിയുമാണ്. നിങ്ങൾക്ക് എന്നെ ടിയാൻ എന്ന് വിളിക്കാം. അല്ലല്ലാന്ന് അവൾ പറയുന്നുണ്ട്. ലിലി, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. അവനാണേൽ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ രാത്രി ഞാൻ ഒരുപാട് കുടിച്ച് ഇവളുടെ ഫോട്ടോ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തു. അതുകൊണ്ട് ഇവൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് പറഞ്ഞ് അവളുടെ ഒരു ഫോട്ടോയും കാണിക്കും. ലിലി, അപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നേ? ഞങ്ങളല്ല, ഇവൻ ചുമ്മാ. അവൻ അവളെ പിടിച്ച്, എന്നോട് ക്ഷമിക്ക്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല.
അവളപ്പോ എനിക്ക് ഇവനുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് പറയും. അവനാണെങ്കിൽ അവന്റെ ഷോ ഇറക്കും. നീ ഇങ്ങനെ പെരുമാറാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തേ, ഞാൻ എന്താ ചെയ്തേ. അവൾ അവനെ ഉന്തിക്കൊണ്ട് ദൂരേക്ക് കൊണ്ടുപോകും. ഇവര് നല്ല ഫണ്ണി ആയിട്ടുണ്ട്, നമുക്കിവരെ ലവേഴ്സായി സെലക്ട് ചെയ്താലോ എന്ന് ഷിയ ചോദിക്കും. അവൾ അവനെ കൊണ്ടുപോയി, നീ എന്തിനാ വന്നേ, എന്ത് നോൺസെൻസാ പറഞ്ഞേ, ഫിയാൻസിയോ? ഞാൻ നിന്നോട് പ്രൊപ്പോസ് ചെയ്തത് മറന്നു പോയോ? നീ സമ്മതിച്ചായിരുന്നല്ലോ. എനിക്ക് സാലറി കിട്ടിയാ നിന്റെ ആൻറ്റിക്ക് വാടക കൊടുത്തോളാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തതല്ലേ, പിന്നെ എന്തിനാ എൻ്റെ പുറകെ വരുന്നേ? പോയി അവരെ സമ്മതിപ്പിക്കുന്നു പറഞ്ഞ് ഷിയ കെവിനെ പറഞ്ഞു വിടും. നിനക്ക് കെവിനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നീ അവനോട് അടുത്തത്, ശരിയല്ലേ? നോൺസെൻസ്. അവൻ ഫ്രാൻസിൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ നീയും എല്ലാ ദിവസവും ഫ്രഞ്ച് പഠിക്കുന്നത് അവനുമായിട്ട് അടുക്കാൻ. അതിന് നിനക്കെന്താ വേണ്ടത്? എന്നെ കൂട്ടിയില്ലെങ്കിൽ ഞാനത് അവനോട് പറയും. അപ്പോഴേക്ക് കെവിനും അവിടെ വരും. ആ, നീ കറക്റ്റ് സമയത്താ വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് അവൻ പറയും. കെവിൻ അപ്പോൾ, എനിക്കും നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ലിലി, ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും മെയിൻ ക്യാരക്ടേഴ്സായിട്ട് ഈ യാത്രയിലെ ലവേഴ്സായിട്ട് ഇൻവൈറ്റ് ചെയ്യുവാണ്. ലിലി, ഞാൻ നിന്നോടൊരു സഹായം അഭ്യർത്ഥിക്കുവാണ്. അവളപ്പോൾ, എനിക്കറിയാം കെവിൻ, പക്ഷേ ഇവനും ഞാനും. ടിയാൻ വേഗം ഇടവിട്ട്, എനിക്ക് വരണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ പോലും ലിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറെ ചോയ്സ് ഇല്ല, ഞാൻ സമ്മതിക്കുന്നു. അവളപ്പോൾ, ഇല്ല ഞാനെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ടിയാൻ കെവിനെ നോക്കി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. വേറെ വഴിയില്ലാതെ ലിലിയും സമ്മതിക്കും. അങ്ങനെ ലവ് ജേണി തുടങ്ങുകയായി. പുതിയ ആകാശവും പുതിയ കാഴ്ചകളും കണ്ട് അവരുടെ വണ്ടി ഒരുപാട് ദൂരെ സഞ്ചരിക്കും. ഷിയ ഇപ്പോൾ ലൈവ് തുടങ്ങും. ഹായ് ഗായ്സ്, നമ്മുടെ റൊമാൻറ്റിക് യാത്രയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ യാത്രയുടെ ആദ്യ ദിവസമാണ്. നമ്മൾ മുന്നേ ഇൻവൈറ്റ് ചെയ്ത ലവേഴ്സിന് വരാൻ പറ്റിയില്ല എന്ന് നിങ്ങളെല്ലാം അറിഞ്ഞില്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ യാത്ര എന്ത് ചെയ്യും? പേടിക്കണ്ട, നമുക്കൊരു മിസ്റ്റീരിയസ് ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. ഇവനാണ് മിസ്റ്റർ ടിയാൻ. അവനാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് മുഖം പൊത്തി തിരിഞ്ഞിരിക്കുവാണ്. ഹലോ പറ എന്ന് ഇവർ പറഞ്ഞു കൊടുക്കും. ഹലോ. ഓക്കെ, ഇവൻ നമ്മുടെ ലിലിയുടെ ബോയ് ഫ്രണ്ടാണ്. ഒരുമിച്ചിരിക്കുന്ന ഇവർ പറയും. നമുക്കിവരെ ലക്കി ലവേഴ്സ് എന്ന് വിളിക്കാം. ഇവരെ കണ്ടിട്ടൊരു പെർഫെക്റ്റ് മാച്ച് ആണെന്ന് തോന്നുന്നില്ലേ? ഇപ്പോൾ ടിയാൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും. ക്യാപ്റ്റൻ്റേതാണ്. ഒരു ചാൻസ് കിട്ടുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യ്. അവൻ മുമ്പിലേക്ക് വന്ന്, അടുത്ത പെട്രോൾ പമ്പിൽ ഒന്ന് നിർത്തുവോ, എനിക്ക് സ്മോക്ക് ചെയ്യാനാണെന്ന് പറയും. ഇല്ല, നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, ഇനി 2 മണിക്കൂർ കഴിഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വേണേൽ നിർത്താം. വണ്ടി ഇപ്പോൾ ഒരിടത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. ടിയാൻ വേഗം ഇറങ്ങി ഒരിടത്ത് ഒളിച്ചു നിന്ന് ക്യാപ്റ്റനെ വിളിക്കും. ക്യാപ്റ്റൻ, ഞാനിപ്പോൾ അവരുടെ ടീമിൽ അവളുടെ ബോയ് ഫ്രണ്ടായി കൂടി. അവള് സമ്മതിച്ചോ? സമ്മതിക്കാതെ അവൾക്ക് വേറെ വഴിയില്ല. നീ അവരുടെ യാത്ര എങ്ങോട്ടൊക്കെയാണെന്ന് കണ്ടെത്ത്, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആളുകളെ അറേഞ്ച് ചെയ്യാം. ക്യാപ്റ്റൻ, എനിക്ക് പറയാനുള്ളത് ഇതൊരു വലിയ ഇഷ്യൂ ആണ്. അവര് ഈ യാത്ര മുഴുവൻ ലൈവ് സ്ട്രീം ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ക്യാമറയിൽ എൻ്റെ മുഖം പെട്ടുപോയി. ഇപ്പോൾ ഒരുപാട് ആളുകൾ അത് കണ്ടിട്ടുണ്ടാവും. ഈ പ്രോഗ്രാം എങ്ങാനും വൈറലായി പോയാൽ ഞാനൊരു ഓൺലൈൻ സെലിബ്രിറ്റി ആവും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കരിയറിലെ അവസാനത്തെ അണ്ടർ കവർ ഓപ്പറേഷൻ ആയിരിക്കും ഇത്. എനിക്ക് ടെൻഷനുണ്ട്. ക്യാപ്റ്റൻ ആലോചിച്ചിട്ട്, നീ ഇപ്പോൾ നന്നായി ചെയ്യ്, നിന്റെ ഫയലെല്ലാം ഞാൻ ഹൈഡ് ചെയ്തോളാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറയും. ഓൺലൈൻ സെലിബ്രിറ്റിക്ക് എന്താ അണ്ടർ കവർ ഓഫീസർ ആയിക്കൂടെ എന്ന് പറഞ്ഞ് ടിയാൻ പോകും. ഇപ്പോൾ അടുത്ത ലൈവ് തുടങ്ങുവാണ്. ഷിയ പറയും, എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നു. ഈ ലവേഴ്സിനോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നതെന്ന് ചോദിക്കണം. ടിയാൻ ഇപ്പോൾ ധൈര്യമായി. ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞ് അവൻ എന്നെ ക്ലോസപ്പിൽ കാണിക്ക്. ലിലിയും ഞാനും 2 വർഷമായിട്ട് അറിയാം. ഈ 2 വർഷവും ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നും ലിലി എന്നോട് ഒരിക്കൽ പറഞ്ഞ കാര്യം ഓർക്കും. നിങ്ങൾ ഒരാളുമായിട്ട് മാച്ച് ആയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു പ്ലാനും ഇല്ലാതെ ആ ആളുടെ കൂടെ യാത്ര പോകണം. അതുകൊണ്ട് ഞാനിന്ന് കെവിനോട് നന്ദി പറയുവാണ്. നിങ്ങൾക്കും ഒരു ഫ്രീ ട്രിപ്പ് പോകണമെങ്കിൽ ഈ ആപ്പ് ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യൂ. അടിപൊളിയായിട്ടുണ്ടെന്ന് അവർ കൈകൊണ്ട് കാണിക്കും. കൂടുതൽ നന്നാവാൻ വേണ്ടി അവൻ അവളുടെ കയ്യിൽ ഉമ്മയും കൊടുക്കും. അവൾ ദേഷ്യപ്പെട്ട് കൈ വലിച്ചു മാറ്റും. ഇപ്പോൾ ലിലിയുടെ ഓഫീസിൽ എല്ലാവരും ഇരുന്ന് ലവ് ജേണി കാണുവാണ്. ഇത് കണ്ടുവരുന്ന മാനേജർ, നിങ്ങൾ എന്തെടുക്കുമെന്ന് പറഞ്ഞ് ഒച്ചയിടും. നീയൊക്കെ നിന്റെ ജോലി തീർത്തോ, എന്തിനാ ഓഫീസിലോട്ട് വരുന്നത്? അവരിപ്പോൾ ലിലിയുടെ ഷോ കാണും. അവരത് എടുത്തു നോക്കും. ഷാങ്ഹായ് പോലൊരു നഗരത്തിൽ ജീവിക്കാൻ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ഷിയ ലിലിയോട് ചോദിക്കും. തീർച്ചയായും, കടക്കാര് എൻ്റെ പുറകെ വരുമായിരുന്നു. ഒരു കഷ്ണം ബ്രെഡ് വാങ്ങാൻ വേണ്ടി ഞാൻ രാത്രി 8 മണി വരെ വെയിറ്റ് ചെയ്യണം. അതെന്താ ഈ 8 മണി? അപ്പോഴേക്ക് ബ്രെഡ് പഴയതാവും, വില കുറഞ്ഞു കിട്ടും. ഓ, നിനക്കത്ര കഷ്ടപ്പാടാണല്ലേ. നീ കെവിനുമായിട്ട് നല്ല കണക്ഷൻ അല്ലേ, നിനക്ക് അവനെ മാരേജ് ചെയ്യണമെന്നുണ്ടോ? എങ്കിൽ നിനക്ക് നല്ല റിച്ച് ആവാം. കെവിൻ അവളെ തട്ടി, മിണ്ടാതിരിക്കടി, നീ എന്തോ ചോദിക്കുന്നേ? ഹോ, അവൾക്കൊരു അമേരിക്കക്കാരനെ കിട്ടി, അവൾ എന്നിട്ട് വീണ്ടും വേറൊരുത്തൻ്റെ പുറകെയാണോ?
ഓക്കെ, ഷിയ തമാശ പറഞ്ഞതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ടിയാനും ലിലിയും തമ്മിൽ ഇപ്പോൾ ഒരു കോൾഡ് വാറിലാണുള്ളത്. അതുകൊണ്ടാണ് അവർ ലവ് ജേണിയിൽ പങ്കെടുക്കുന്നത്. ഈ യാത്രയിൽ അവർക്ക് അതെല്ലാം സോൾവ് ചെയ്യണം. ഇനി എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഷിയ കാത്തിരിക്കുവാണ്. ഇവർ എങ്ങനെയുള്ള ലവേഴ്സാണോ? ഒരു പ്രിൻസും സിൻഡ്രലയും ആണോ, അതോ ഒരു കള്ളിയും ചതിയനുമാണോ? നമുക്കറിയാം. ടിയാൻ ദേഷ്യപ്പെട്ട്, കള്ളിയോ? അവൻ ഫോൺ പിടിച്ചു വാങ്ങി. മറ്റുള്ളവർ എൻ്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ശരി, ഇന്നത്തെ ലൈവ് ഷോ അവസാനിക്കാൻ പോവാണ്. ഞാൻ നിങ്ങളോട് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്ന് അഡ്വാൻസ് ആയി പറഞ്ഞു തരാം. അടുത്തത് നമ്മൾ ഹാങ് ഷൂവിലെത്തും. ഞങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ ലവ് യു എന്ന് പറഞ്ഞ് അവൾ ഷോ അവസാനിപ്പിക്കും. അടിപൊളിയായി. നമുക്കിപ്പോൾ 50,000-ലധികം വ്യൂവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കെവിൻ എക്സൈറ്റഡ് ആവും. ഇപ്പോൾ ഷാവോയെ മാസ്റ്റർ ചൂ വിളിക്കും. ഹലോ, ലിലി എവിടെയാണുള്ളത്? എനിക്കവളെ ഇന്ന് മീറ്റ് ചെയ്യാൻ കഴിയുമോ? ലിലിയോ? അവൾ പോയി. അവൾ മിസ്സിംഗ് ആണ്. അവൾ എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. ചു ഇപ്പോൾ ഫോൺ വെച്ചിട്ട് അടുത്തത് ഓയാങ്ങിനെ വിളിക്കും. ഹേയ്, ആ ലിലി ഷാങ്ഹായ് വിട്ടെന്നാ തോന്നുന്നത്. എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇപ്പോൾ ഓയാങ്ങിൻ്റെ അടുത്ത് നെറ്റിൽ വെട്ടുകൊണ്ട് പാടുള്ള ഗുണ്ടയുണ്ട്. ചൂവിനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. പോയി ആ പെണ്ണിനെ കണ്ടെത്തി പെയിന്റിങ് തിരികെ കൊണ്ടുപോവാ. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് വണ്ടി നിർത്തും. ഇവിടെ ഇറങ്ങി നമുക്ക് വിശ്രമിക്കാം. അധിക ദൂരത്തൊന്നും പോകരുത്. 15 മിനിറ്റ് കഴിഞ്ഞ് തിരികെ വരണമെന്ന് കെവിൻ പറയും. ടിയാൻ ഉറങ്ങിയതുപോലെ കിടക്കുവാണ്. ബാക്കിയുള്ളവരെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഉടനെ അവൻ കണ്ണു തുറക്കും. അവനിപ്പോൾ ലിലിയുടെ പെട്ടി തുറക്കുവാണ്. അവളാണെങ്കിൽ തിരിച്ചു വരുന്നുണ്ട്. അവൻ പെട്ടി തുറന്ന് ഉള്ളിൽ കൈയിടും. അവൾ പുറകിൽ നിന്ന് നോക്കി നിൽപ്പുണ്ട്. ആരോ ഉള്ളതുപോലെ തോന്നി അവൻ തിരിയുമ്പോൾ അവളെ കാണും. അവൻ ആകെ ഇളഭ്യനായി അവൻ്റെ ബാഗും പോക്കറ്റെല്ലാം തപ്പുന്നത് പോലെ ആക്ട് ചെയ്യും. ഇപ്പോൾ ലിലിയും ഉള്ളിൽ വന്നിരിക്കുകയാണ്. അവൻ്റെ തപ്പൽ ഇതുവരെ തീർന്നില്ല. അവസാനം എവിടുന്നോ ഒരു സാധനം പൊക്കിയെടുത്ത് കിട്ടിയെന്ന് പറയും. ടിയാൻ എന്ന് അവൾ വിളിക്കും. കൂടുതലൊന്നും ചോദിക്കാതിരിക്കാനായി അവനുടനെ ഇന്ന് എന്തൊരു ചൂടാ, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിക്കും. റെസ്റ്റ് റൂമിൻ്റെ അടുത്ത് ഒരു ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ട്. അവിടുത്തെ പപ്പായ ജ്യൂസ് നല്ലതാണ്. കേട്ട ഉടനെ അവൻ ചാടി ഇറങ്ങും. ഇവളെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ കടയിൽ പോയി 2 പപ്പായ ജ്യൂസ് വേണമെന്ന് പറയും. അയ്യോ, ജ്യൂസ് തീർന്നു പോയല്ലോ, പപ്പായ ഉണ്ട്, അത് വേണമെന്ന് കടക്കാരി ചോദിക്കും. ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ചുറ്റിക്കറങ്ങി തിരിച്ച് വണ്ടിയിൽ കയറും. ലിലി അവളുടെ അടുത്ത് തുണി കൊണ്ട് ഒരു മനുഷ്യരൂപം പോലെ ആക്കി തലഭാഗത്ത് ഒരു ബുക്കും കമഴ്ത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും എത്തിയോ? നിന്റെ ബോയ് ഫ്രണ്ട് എവിടെയെന്ന് ഷിയ ചോദിക്കും. അവൻ കിടന്ന് ഉറങ്ങിപ്പോയി, നമുക്ക് പോവാമെന്ന് ലിലി പറയും. അവനാണ് ഇപ്പോൾ പപ്പായ എല്ലാം വാങ്ങി പുറത്തേക്ക് വരും. നോക്കുമ്പോൾ വണ്ടി കാണില്ല. അവൻ താഴേക്ക് ഇറങ്ങി വന്ന് ചുറ്റും നോക്കും. അവിടെ എവിടെയും വണ്ടിയില്ല. അവൻ ഫോൺ എടുത്ത് ലിലിയെ വിളിക്കും. അവളാണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിലിരിക്കുകയാണ്. അവൾ ഫോൺ എടുക്കില്ല. അവൻ മെസ്സേജ് ചെയ്യും. ഷാവോയോട് ഞാൻ നിന്നെ റിപ്പോർട്ട് ചെയ്യുമെന്ന് നിനക്ക് പേടിയില്ലേ? നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. ഞങ്ങൾ ഓൾറെഡി ഷാങ്ഹായ് വിട്ടു. ഇനി നമ്മൾ ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെക്കും. അവനാണെങ്കിൽ എന്തോ കൈവിട്ട് പോയ പോലെ ഒരിടത്ത് പോയി കുത്തിയിരിക്കും. പക്ഷേ പോയവരെ തിരികെ കൊണ്ടുവരാനുള്ള വിദ്യ അവനറിയാം. അതെങ്ങനെയാണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം.